Hi, good morning all. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ I think few people joined now. So my name is Jairaj Rishikesh. Basically I'm an engineer. Last 10 years I've been training the youths, professionals in South India. I trained more than 20,000 youths in professional colleges, mainly in soft skill side. Like ma'am was telling, like it's more about the mind management and interesting workshop called S Plus, which is already happened in your own institute before then. It's ഏകദേശം ഒരു 153 വേൾഡ് വൈഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ദ എസ് പ്ലസ് ഇൻ Harvard, Stanford, and in India, IITs, IIMs, and NIFT, NITs, KUSAT, Kerala. അപ്പം അങ്ങനത്തെ ഉള്ള വർക്ക്ഷോപ്സ് ആണ് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്. ഓൾസോ ഐ റൺ എ സ്റ്റാർട്ടപ്പ് ഓഫ് മൈ ഓൺ. ഐ എം ദ CEO ഓഫ് ദിസ് സ്റ്റാർട്ടപ്പ് വിച്ച് ഇസ് റണ്ണിങ് ഓൺ EduTech wing from the Info Park Cochin. So that's all about me. So you can just type your name and from which place you are coming on the chat box, because many of the faces I cannot see. ജസ്റ്റ് നിങ്ങളുടെ പേരും സ്ഥലവും ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കൊള്ളാം. ഓൾസോ യു ടൈപ്പ് if you have any question related to mind or anything related to life, you can keep typing, like in the chat box, chat window. Please use the chat so that I can understand why you are here. കാരണം ഇതിനകത്ത് നോർമലി ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തിന് അങ്ങേ വർഷം ഐ തിങ്ക് ഐ കെയിം ടു ദ കോളേജ് ടു ഗിവ് എ ടോക്ക് ആൻഡ് ഐ ഇന്ററാക്റ്റഡ് വിത്ത് യുവർ സീനിയേഴ്സ്. പക്ഷേ ആ സമയത്തും ഓൺലൈനേക്കാളും കുറച്ചുകൂടെ ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം പരമാവധി നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചാറ്റ് ബോക്സിലാണെങ്കിൽ നന്നാവും. അതുപോലെ വെൻ ഐ എം ആസ്കിങ് സംതിങ്, ഇഫ് വീഡിയോ ഈസ് ഓൺ, യു ജസ്റ്റ് മൂവ് യുവർ ഹാൻഡ്സ് ഓർ ഷോ മീ തംസ് അപ്പ് ഓർ തംസ് ഡൗൺ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും വീഡിയോ സ്റ്റക്ക് ആയതാണോ എന്താണോന്ന് അറിയാൻ പറ്റില്ല. So please make use of the chat box. Yeah, many people are typing, Atulya. And please also type some questions, like if you feel like. Some questions I already got. Very good. So let's start. ഉള്ള ആളുകളെങ്കിലും thumbs up കാണിക്കൂ. Atulya, can you show thumbs up? Yeah, good. So when I was iപ്പം മാം പറഞ്ഞു to talk, and Sandeep also was telling like the new batch വരുമ്പം what they are expecting from an MBA college. MBA എന്ന് പറയുമ്പം തന്നെ ഇറ്റ്സ് അബൌട്ട് മൈൻഡ് റിലേറ്റഡ് ആണ്. ഇറ്റ്സ് അബൌട്ട് മാനേജിങ്. ആൻഡ് ആഫ്റ്റർ ദ MBA you are not going to manage machines, you are not going to manage any computer, but you are going to manage people. ആണോ അല്ലയോ? യെസ്. ഞങ്ങൾ പ്രതികരിക്കില്ല എന്നാണോ? ഓക്കെ. സോ അല്ലേ, നിങ്ങൾ ചാറ്റിലും പറയാം yes or no. So make sure that you are near the chat. ഭരത് ഒക്കെ thumbs up കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്. സോ നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത് അതേഴ്സ്, ഹ്യൂമൻ ബീയിങ്സിനെയാണ്. ഇറ്റ്സ് നോട്ട് മെഷീൻസ് അല്ലേ. നൗ ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു ബേസിക് ആണ് മൈൻഡ് എന്ന് പറയുന്നത്. സോ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദ മെട്രിക്സ് ഓഫ് ദ മൈൻഡ്. നിങ്ങളുടെ മനസ്സിവിടെ ഉണ്ടോ? അതോ പക്ഷെ ഇത് കുറെ നേരമായല്ലോ, ഇത് തുടങ്ങുന്നില്ല, അതിന്റെ പ്രശ്നം, ഇതിന്റെ പ്രശ്നം, ടെക്നിക്കലി കയറാൻ പറ്റിയില്ല. എല്ലാവരുടെയും മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണോ അതോ ഭയങ്കര ഹാപ്പിയാണോ? കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ചിലപ്പോൾ. നമ്മൾ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് പേർക്ക് ലിങ്ക് കിട്ടി, കുറച്ച് പേർക്ക്. സിയാദ് ഈസ് വെരി ഹാപ്പി, അനു ഈസ് വെരി ഹാപ്പി. റിയലി ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ആരെങ്കിലും ഇങ്ങനത്തെ ടോക്ക് തരാമെന്ന ഞാൻ എന്താ പറയാ, ഇതെങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങളൊക്കെ വളരെ നല്ല കുട്ടികളാണോ? ഹാപ്പി സാർ എന്നാ എല്ലാരും പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. സോ നമ്മളിത് ഇപ്പം ഇവിടെ അടുത്ത കുറച്ച് സമയത്തേക്ക് നമ്മൾ സംസാരിക്കാൻ പോകണം മൈൻഡിന്റെ കാര്യങ്ങൾ. അപ്പൊ മനസ്സെല്ലാവരുടെ ഇവിടെ ഉണ്ടോ അതോ വേറെ എവിടെങ്കിലും ആണോ? ഞാൻ പറയുന്നത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്. Yeah, so Anu is telling I am really interested to understand more about. Anmol is telling like she want to know more about mind. It's very secret.
ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ പഠിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാറില്ലേ? പഠിക്കാൻ പുസ്തകം തുറക്കാറില്ലേ? പുസ്തകം തുറന്ന് നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചെന്ന് വിചാരിക്കുക. ഈ 1 മണിക്കൂർ പഠിച്ചാൽ എത്ര നേരം കൃത്യമായിട്ട് ഫോക്കസ് കിട്ടും? സത്യം പറയാം. ടൈപ്പ് ചെയ്യാം. 1 hour കിട്ടുമോ? 10 minutes കിട്ടുമോ? 1 minute കിട്ടുമോ? 5 minute കിട്ടുമോ? സിയാദ് പറയുന്നത് 10 minutes കിട്ടും. ചിലർ പറയും 15 minute, ചില 30 minute കിട്ടും. ഗൗരി സത്യം പറഞ്ഞു 1 minute ഉള്ളൂ. ശ്രദ്ധ സാർ. അപ്പം മനസ്സെവിടെ പോയി ഇതിന്റെ ഇടയ്ക്ക്? പുസ്തകം തുറന്ന് 15 minutes കിട്ടുമെങ്കിൽ വെരി ബ്രില്യന്റ്. അതുല്യ ഭയങ്കര ബുദ്ധിയുള്ളതാണ്. ഹൗ ടു ഓവർകം ഫിയേഴ്സ് ഐ വിൽ ടോക്ക്. സോ ഈ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒരു 10 മിനിറ്റും 15 മിനിറ്റേ ഉള്ള സ്റ്റഡിയിൽ കിട്ടുന്നത്. ഇനി നിങ്ങൾ കരിക്കിന്റെ പുതിയ എപ്പിസോഡ് ഇറങ്ങി ഇന്നലെ അല്ലേ? അല്ലെങ്കിൽ പുതിയ മലയാളം മൂവി കണ്ടു, ദുൽഖറിന്റെ പുതിയ സിനിമ കണ്ടു. പുതിയ സിനിമ വന്നു, 3 മണിക്കൂറാണ് സിനിമ. ഉടനെ നിങ്ങൾ പറയൂ, അയ്യോ എന്നെ ആരും ശല്യപ്പെടുത്തില്ല, എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ടോ? മൂവി കണ്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇല്ല. അപ്പുറത്ത് കള്ളം കയറിയാലും ഒന്നും അറിയത്തില്ല. ഫുൾ ടൈം ഫോക്കസ് മൂവിയിൽ തന്നെ. ദുൽഖർ എന്ത് പറഞ്ഞു, ഡയലോഗ് എന്താണ്, സോങ് എന്താണ്, യു ഹാവ് ഫുൾ ഫോക്കസ്. യെസ് ഓർ നോ? അല്ലേ? ഫുൾ ഫോക്കസ് അല്ലേ? അതിനകത്തൊരു കുഴപ്പമില്ല. അപ്പം പിന്നെ മൈൻഡ് എവിടെ പോയി? 3 hours കണ്ടിന്യൂസ് ഫോക്കസ്. IPL ഗെയിം 20 overs 40 overs ഒരു കുഴപ്പമില്ല. ഏത് ഓവറിൽ ഏത് 6 അടിച്ചു എല്ലാം നിങ്ങൾക്ക് കാണാതറിയാം. ഫുട്ബോൾ 1 hour 45 minutes എത്രയാണ് എന്തായാലും കാണും. നോ പ്രോബ്ലം. അപ്പൊ യഥാർത്ഥത്തിൽ കോൺസെൻട്രേഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോ. പിന്നെ എന്താ പറ്റിയത്? നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഈ ബോറിംഗ് സബ്ജക്റ്റിനകത്തോട്ട് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാൻ നമുക്ക് അറിയത്തില്ല. ആർ യു ഗെറ്റിംഗ് ദിസ്? We don't know how to handle the mind to something which is so boring that we think it is boring. So if you know how to handle your mind, you can manage anything in the world. Anything. See, this Zoom is done by somebody's mind. Manasinathana Adyaman. So this dress is designed by somebody in the mind. This earphone is designed by somebody's mind. Now, are you getting? മനസ്സിവിടെ ഉണ്ടോ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യും. മനസ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ മനസ്സ് 7 മിനിറ്റിനിടയ്ക്ക് ഒരു ബ്രേക്കിന് പോകും, കോഫി ബ്രേക്ക്. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സ്, ഓ ഇനി ഇത് എപ്പോഴാണ് തീരുന്നത്, നാളെ ഞാൻ ഏത് ഡ്രസ്സാണ് ഇടുന്നത്, ഉച്ചയ്ക്ക് അമ്മ എന്താ വീട്ടിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, വൈകിട്ട് ആരെയാണ് ഫോൺ ചെയ്യേണ്ടത്, എൻ്റെ ഭാവി എന്താവും, എനിക്ക് എപ്പോഴാണ് ജോലി കിട്ടുന്നത്, എന്നെ ആരാ കല്യാണം കഴിക്കുന്നത്. ആരെങ്കിലും കല്യാണം കഴിച്ചവരുണ്ടോ ഇവിടെ? അപ്പം ഇങ്ങനെ മോനിഷ മാരീഡാണോ? ആണ്. മനുഷ്യരുടെ ചിരി കണ്ടിട്ട്. അപ്പം സോ ദർ ആർ സംതിങ്, ദ മൈൻഡ് ഈസ് കീപ്പ് ഓൺ മൂവിങ് എയ്തർ ടു ദ പാസ്റ്റ് ഓർ ടു ദ ഫ്യൂച്ചർ. എല്ലാവരുടെയും മനസ്സിവിടെ ഉണ്ടോ? ഈ സെക്കൻഡിനകത്ത് മനസ്സെവിടാ? ഞാനിപ്പോ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഈ സെക്കൻഡിനകത്ത് മൈൻഡ് എവിടാ? ഇവിടെ ഉണ്ടോ? ചിലപ്പോ അത് പാസ്റ്റിലാണോ? ചിലപ്പോ എന്ത് ചെയ്യും, മനസ്സിങ്ങനെ പഴയ കാലത്തേക്ക് പോകും. ഓ ഇന്നലെ എന്ത് നല്ല ദിവസമായിരുന്നു, ആ മഴയത്ത് ഞാൻ ഉറങ്ങി ആ സമയത്ത്, അല്ലെ കഴിഞ്ഞ വർഷം എന്ത് നല്ലതായിരുന്നു, ഒന്നും പഠിക്കണ്ടായിരുന്നു, അല്ലെ പഠിക്കണം, അന്ന് ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. സംതിങ് യു തിങ്ക് അബൌട്ട് ദ പാസ്റ്റ്, അതർവൈസ് യുവർ മൈൻഡ് ഗോസ് ടു ദ ഫ്യൂച്ചർ. നാളെ എൻ്റെ സ്ഥിതി എന്താവും, എൻ്റെ കരിയർ എന്താവും, എൻ്റെ പഠനം എന്താവും, എൻ്റെ ലൈഫ് പാർട്ട്ണർ ആരായിരിക്കും, എൻ്റെ കുട്ടികളെ ആര് നോക്കും, എന്നെ ആര് നോക്കും, എനിക്ക് അസുഖം വരും, എൻ്റെ ഹെൽത്ത് എന്താവും, എൻ്റെ വെൽത്ത് എന്താവും. സോ മെനി തിങ്സ് യു ആർ പ്ലാനിങ് റൈറ്റ് നൗ. ഇന്ന് വൈകിട്ട് എന്താവും, ഇന്ന് ഉച്ചയ്ക്ക് എന്താണ്. ആണോ അല്ലയോ? യെസ് നോ? ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് മനസ്സ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ടോ? ഇവിടെ ഉണ്ട്, മനസ്സ് ഇവിടെ ഉണ്ടെന്ന് അനില പറയുന്നത്. നോക്കട്ടെ ഞാൻ സംസാരിക്കുമ്പോൾ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേപ്പറും പേനയും തരാൻ പോണിപ്പം. എന്നിട്ട് പറയാണ്, ഞാൻ ഇത്രയും നേരം സംസാരിച്ചതെല്ലാം എഴുതി വെക്കൂ എന്ന് പറയാം. എല്ലാരും എഴുതുന്നത് സെയിം ആയിരിക്കോ ഡിഫറെന്റ് ആയിരിക്കോ? ഡിഫറെന്റ് ആണോ സെയിം ആണോ? ഡിഫറെന്റ് ആണ്. കാരണം എന്താ? അതിനർത്ഥം എന്താ? സാർ അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കിഷ്ടമുള്ളത് മാത്രമേ ഞാൻ കേൾക്കൂ. You talk whatever you want, but I will listen only whatever I want. Is it? No. Then that is not the right kind of listening. അപ്പം കറക്റ്റ് ആയിട്ടല്ല കേൾക്കുന്നതെന്നുള്ളതാണ്.
അപ്പൊ മനസ്സ് ഈ ഞാൻ സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ വരുവാണെങ്കിൽ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി കാണും. മനസ്സ് പഴയ കാലത്തിലേക്ക് പോകുമ്പോഴാണ് അയ്യോ ഇങ്ങനെ ചിന്തിച്ചിട്ടിരിക്കുക, അല്ലെ ഭാവിയിലേക്ക് പോകുമ്പോൾ ടെൻഷൻ വരുന്നത്. മനസ്സ് ഈ നിമിഷത്തിലാണെങ്കിൽ യു വിൽ ഹാവ് എ സ്മൈലിംഗ് ഫേസ് ആൻഡ് യു ക്യാൻ ലിസൺ വാട്ട് ഐ എം സേയിങ്. ദ ഫസ്റ്റ് ക്വാളിറ്റി ഈസ് ലിസണിങ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഒരാൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ആദ്യം. ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറയാണ് നാളെ മാത്സിന്റെ പരീക്ഷയുണ്ട്. മാത്സ് ടീച്ചർ വന്നിട്ട് പറയാണ് നാളെ മാത്സിന്റെ പരീക്ഷയുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം കൂടെ ഈശ്വര ഇനി അത് പഠിക്കണം. അപ്പൊ നിങ്ങൾ പുസ്തകം തുറന്ന് പഠിക്കുക മാത്സിന്. ടീച്ചർ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് വന്നിട്ട് പറയാണ് എടാ നാളെ മാത്സ് ടീച്ചർ ലീവാണ്, നാളെ മാത്സ് ടീച്ചർ ലീവാണ്. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴേ പുസ്തകം എല്ലാം അടച്ചു വെച്ചു എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്നു. ഈ മാത്സ് ടീച്ചർ ഭയങ്കര ബുദ്ധിമതി ആയതുകൊണ്ട് പിറ്റേന്ന് മാത്സ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറിന്റെ കയ്യിൽ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസ് കൊടുത്തു വിട്ടു. അപ്പൊ ടീച്ചർ വന്നിട്ട് എല്ലാവരും മാത്സിന് വേണ്ടി മാത്സ് എക്സാം ആണ്, എല്ലാവരും പേപ്പർ എടുക്കുന്ന പറയുമ്പോൾ നിങ്ങൾ എന്താ നിങ്ങളുടെ കൂട്ടുകാരനെ നോക്കിയിട്ട് എടാ നീയല്ലേ പറഞ്ഞത് ടീച്ചർ ലീവാന്ന്, എന്നിട്ട് താണ്ട കണ്ടോ എക്സാം. അപ്പൊ അവനെന്താ പറയാ? ഞാൻ പറഞ്ഞത് എന്താ? ടീച്ചർ ലീവാന്ന്. നീ കേട്ടത് എന്താ? എക്സാം മാറ്റി വെച്ചു എന്ന്. ആർ യു ഗെറ്റിംഗ്? ഐ വിൽ സേ സംതിങ്, യു വിൽ ലിസൺ സംതിങ് എൽസ്. ഞാൻ പറയുന്നത് വേണം കേൾക്കാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? കത്തി വരുന്നതേ ഉള്ളൂ ഇങ്ങനെ ബൾബ്. Yeah, so can we play a game? Yes, no. നിങ്ങൾ എന്ത് പേടിച്ചിരിക്കുകയാണോ അതോ എനിക്ക് തോന്നുന്നതാണോ അതുല്യ? ആർ യു അഫ്രൈഡ് അതുല്യ? യു ആർ നോട്ട് സ്മൈലിംഗ്. ആതിര, വൈ യു ആർ നോട്ട് സ്മൈലിംഗ്? ഷോ യുവർ ടീത്ത്. എല്ലാവരും ആർട്ടിഫിഷ്യൽ സ്മൈൽ ആയാലും കുഴപ്പമില്ല. ഓക്കെ. നൗ when I say clap, you have to clap. ഞാൻ clap എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈ അടിക്കണം. കൈ അടിച്ച എല്ലാവരും ഒന്ന്. സിമ്പിൾ കാണിച്ചാൽ പോരാ, കൈ അടിക്കണം. സിമ്പിൾ കാണിക്കുന്ന സ്മാർട്ട് പീപ്പിൾ. ഓക്കെ. ഞാൻ എന്നിട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കൈ അടിക്കാതെ ഇരിക്കണം. ഇത്രയേ ഉള്ളൂ ഗെയിം. അപ്പൊ എന്താ നിയമം? ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ കൈ അടിക്കണം, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കൈ അടിക്കരുത്, നിർത്തണം. റെഡിയാണോ? കളിക്കാം. ഓക്കെ. രണ്ട് കൈ എടുത്ത എല്ലാവരും സ്ക്രീനിന്റെ മുന്നിൽ വെക്കുക. അതൊക്കെ തെറ്റിക്കുന്നത് ഞാൻ നോക്കട്ടെ. ഞാൻ പറ്റിക്കാൻ നോക്കും, നിങ്ങൾ പറ്റിക്കപ്പെടാതെ കളിക്കും. ഓക്കെ, റെഡി? ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ്. പെട്ടെന്ന് ഞാൻ പറയാ, അപ്പോഴേ ചെയ്തോണം. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഞാൻ എന്താ പറഞ്ഞ നിയമം? ക്ലാപ്പ് എന്ന് പറഞ്ഞാലേ കൈയടിക്കാവൂ, സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴല്ല. ഷോ, ആള് പറ്റിച്ചു. എല്ലാരും പറ്റിക്കപ്പെട്ടു. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ കൈയടിക്കരുത്, ക്ലാപ്പ് എന്ന് പറഞ്ഞ് മാത്രമേ കൈയടിക്കാവൂ. മനസ്സിലായോ? ഞാൻ പറ്റിക്കാൻ നോക്കും. ഓക്കെ, ഒന്നും കൂടെ കൈ എടുത്ത എല്ലാവരും നോക്കട്ടെ ശരിയായിട്ടാ ചെയ്യുന്നത്. കൈ എടുത്ത് വെച്ച് എല്ലാവരും ഫ്രണ്ട് രണ്ട് സ്ക്രീനിന്റെ മുന്നിൽ കൈ വെക്കും. ചിലർ കൈ ഇങ്ങനെ പിടിച്ചേക്കും, ഇനിയിപ്പോ അറിയാതെ തെറ്റിച്ചാലും. ഓക്കെ, ഇങ്ങനെ കൈ വെച്ചു. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. പഠിച്ചുപോയി. ക്ലാപ്പ്. സ്റ്റോപ്പ്. അപ്പൊ ഞാൻ ക്ലാപ്പ് എന്ന് എപ്പോഴും പറഞ്ഞാലും എന്ത് ചെയ്യണം? ക്ലാപ്പ് എന്ന് എപ്പോഴും പറഞ്ഞാലും ക്ലാപ്പ് ചെയ്യണം. ക്ലാപ്പ് എന്ന് എപ്പോഴും പറഞ്ഞാലും. പിന്നെ ഞാൻ 4 പ്രാവശ്യം ക്ലാപ്പ് എന്ന് പറഞ്ഞു. ക്ലാപ്പ് എന്ന് കേട്ടാൽ എന്താ ചെയ്യണ്ടേ? ക്ലാപ്പ്. കത്തി വരുന്നുണ്ട്, ഈ ട്യൂബ് ലൈറ്റുകൾ കത്തുന്ന പോലെ. സ്റ്റോപ്പ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റോപ്പ് എന്ന് പറയാം. അപ്പൊ നിങ്ങള് ക്ലാപ്പ് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ക്ലാപ്പ് എന്നിട്ട് എന്താ ചെയ്യണ്ടേ? സ്റ്റോപ്പ് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞ അപ്പോഴേ ക്ലാപ്പ് സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പൊ എല്ലാവർക്കും ഒക്കെ കത്തിയായിരുന്നു. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഓക്കെ, ഒന്നും കൂടെ.
സ്റ്റാർട്ട്. പഠിച്ചു. സ്റ്റോപ്പ്, ക്ലാപ്പ്, സ്റ്റോപ്പ്, ക്ലാപ്പ്. ഭയങ്കര അവയർനെസ്. സ്റ്റോപ്പ്, ക്ലാപ്പ്, സ്റ്റോപ്പ്. ഈ ടീഷർട്ട് ഇട്ട ആൾ കൈ ഇങ്ങോട്ടാക്കി അതിനർത്ഥം സ്റ്റോപ്പ് എന്നാണല്ലേ? ഓക്കെ, വെരി ഗുഡ്. നൗ എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി, സ്ക്രീനിലുള്ള എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി ഒരു വലിയ പുഞ്ചിരി മുഖത്തുണ്ടോ ഇല്ലയോ അത് പറയൂ. അവരുടെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടൊന്നുമില്ല, വീട്ടിലെ നടുവേദന ഒന്നും മാറിയിട്ടില്ല, പക്ഷെ അവരുടെ എല്ലാ മുഖത്തൊരു വലിയ പുഞ്ചിരി ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? യെസ്. വൈ? യെസ്, വൈ? ബിക്കോസ് മനസ്സ് ഇവിടെ ആയിരുന്നു. ക്ലാപ്പ് ആണോ സ്റ്റോപ്പ് ആണോ? ഇവർ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് മനസ്സ് ഇവിടെയാണ്. ഇപ്പം മനസ്സ് ചിന്തിക്കുന്നുണ്ടോ, എന്റെ നടുവേദന, എനിക്ക് കണക്ഷൻ കിട്ടുന്നില്ല, എനിക്ക് കാണാൻ വയ്യ, എന്റെ ഭാവി, എന്റെ ഭൂതം ഒന്നും നോക്കുന്നില്ല അല്ലേ? എന്റെ ഭർത്താവ്, ഭാര്യ, ഇപ്പൊ എന്താ ചിന്തിക്കുന്നത്? ക്ലാപ്പ് ആണോ സ്റ്റോപ്പ് ആണോ എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ട് മനസ്സിടെ ഇവിടെ പ്രസന്റ് മൊമെന്റിലായിരുന്നു. അതുകൊണ്ട് മുഖത്തൊരു പുഞ്ചിരി, ഒരു സ്മൈല് വന്നു. ആർ യു ഗെറ്റിംഗ് ദിസ്? മനസ്സ് പ്രസന്റ് മൊമെന്റിലാണെങ്കിൽ യു ആർ ഹാപ്പി, ദാറ്റ്സ് ഇറ്റ്, പ്രോബ്ലം തീർന്നു. പക്ഷെ മനസ്സ് എപ്പോഴും എവിടാ? എങ്കിലും എന്റെ ജീവിതം അന്ന് എന്ത് നല്ല ജീവിതമായിരുന്നു, ഈ വീട്ടിൽ വന്ന് കയറി പിന്നെയാണ് അല്ലേ? നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുക, അതല്ലെങ്കിൽ ഭാവി, ഇനി ഭാവിയിൽ എന്താവും, ഈശ്വര ഇനി ഈ കോളേജ് നന്നായിരിക്കുവോ, എനിക്ക് ജോലി കിട്ടുവോ? അപ്പൊ മനസ്സ് എപ്പോഴും ഈ രണ്ടിനകത്തും ആടിക്കൊണ്ടിരിക്കാതെ ഈ പ്രസന്റ് മൊമെന്റിൽ കൊണ്ടുവരുന്നതാണ് ആ ട്രിക്ക്. ഇപ്പൊ എല്ലാം പിടികിട്ടി. ഇനിയിപ്പോ എന്താ, ഇങ്ങനെ നടന്നു പോകുമ്പോൾ മനസ്സ് പ്രസന്റ് മൊമെന്റ്, അപ്പോഴേ ഉടനെ ക്ലാപ്പ് ചെയ്യണം. അങ്ങനെയാണോ? സ്റ്റോപ്പ്. ആളുകൾ പറയും ആ സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് വരെ നോർമൽ ആയിരുന്നു, അതിനുശേഷമാണ് ഈ ക്ലാപ്പ് അസുഖം തുടങ്ങിയെന്ന് പറയല്ലേ. So we cannot do clap game or stop game to handle the mind. That's why we need some technique, some practical tools to handle the mind. മനസ്സ് എവിടാന്നറിയാമോ? ഇവിടാണോ, 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 ബാക്കിലാണോ? എവിടെ മനസ്സ്? ആരാ ആൻസർ പറയുന്നത്? മനസ്സ് എവിടെ? നെഞ്ചിനകത്താണോ, തലയ്ക്ക് മുകളിലാണോ, ബ്രെയിനകത്താണെന്നാ ഷിബിംബർ? ഓക്കെ, വേറെ ആൻസേഴ്സ്? മനസ്സ് എവിടാന്ന് പറയാറില്ലേ? എടി അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ, എനിക്ക് മനസ്സില്ല, ക്ലാപ്പ് ചെയ്ത് എനിക്ക് മനസ്സില്ല, ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വരൂ, എനിക്ക് മനസ്സില്ല, പറയാറില്ലേ? നിങ്ങൾ പറയാറില്ല? Where is the mind? The mind is all around the body. മനസ്സെവിടാ? It's all around the body and it is directly connected with your emotions. ഇപ്പം വിനീതിനെ കണ്ടില്ല എല്ലാരും? വിനീതിനെ കണ്ടോ? നല്ല ഗ്ലാസ് ഒക്കെ വെച്ച്, ടീഷർട്ട് ഒക്കെ ഇട്ട്, നല്ല സ്മാർട്ട് ഹാൻസം, നല്ല മീശയൊക്കെ വെച്ച് നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നത്. വിനീതിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആര്? വിനീതിന്റെ അടുത്ത സുഹൃത്താരാ? വിനീതേ, ആരാ അടുത്ത സുഹൃത്ത്? ഷിബിനാണോ? ഷിബിനാണ് വിനീതിന്റെ അടുത്ത സുഹൃത്ത്. അപ്പം വിനീത് ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിനീതിനൊരു പെൺകുട്ടിയോട്, നിങ്ങൾക്കറിയാമോ ഈ സ്റ്റോറി? വിനീത് പറഞ്ഞു ഇവരോട്? ഇല്ലല്ലോ, ഞാൻ പറയാം. സോ വിനീതിന് ഒരു പെൺകുട്ടിയോട് ഭയങ്കരമായ സ്നേഹം തോന്നി, ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്ത് പറ്റി? വിനീത് വിചാരിച്ചു, ഇന്ന് ഇത്രയും നാളായി, എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പ്രപ്പോസ് ചെയ്യാൻ പോവാണ്, എൻ്റെ ഇത് ഞാൻ തുറന്നു പറയാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വിനീത് ഫുൾ പ്രിപ്പയർഡ് ആയിട്ട്, ഹെയർ സ്റ്റൈല് ചെല്ലൊക്കെ എല്ലാം റെഡി ആയിട്ട് പോവാണ്. പോയിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ നേരത്താണ് കാണുന്നത് ഷിബിൻ അടുത്ത സുഹൃത്ത് പോയിട്ട് ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തു. അതോടുകൂടി ആ പെൺകുട്ടി അക്സെപ്റ്റും ചെയ്തു. ഇത് കാണുമ്പോഴത്തേന് വിനീതിന് എന്താ തോന്നുക? ഭയങ്കര സന്തോഷം വരുമോ? വിനീത് ആകെ പെയിൻഫുള്ളായി, ഹാർട്ട് ബ്രോക്കൺ ആയി. ഇതിന് സുഹൃത്തിനോട് പറയാൻ പറ്റുമില്ല, കാരണം എന്താ, സുഹൃത്ത് തന്നെയാണ് ഒപ്പിച്ച പരിപാടി. അപ്പൊ ഒരു കത്ത് എഴുതി പ്രിൻസിപ്പലിന് കൊടുക്കാൻ പറ്റുമോ? സർ, ഐ ഹാവ് എ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് വിനീതിന് എഴുതി കൊടുക്കാൻ പറ്റുമോ?
പറ്റില്ല. പേരൻസിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? So what is happening? Emotional problems exist. Emotional pain, emotional breakups, relations, ഇതെല്ലാം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ how to solve it we don't know. How to handle a jealousy, how to handle your breakup, it's connected with the mind, correct? ഞാൻ ഈ മാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ മിനിമം 15 സൂയിസൈഡ്സ് എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സൂയിസൈഡ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ലീഡിങ് സൂയിസൈഡ്സ് ഉള്ള ഏതാണെന്ന് അറിയാമോ? കേരള. വൈ? എൻ്റെ സുഹൃത്ത് രൂപേഷ് എഞ്ചിനീയറിംഗ് 4 വർഷം ഒരു റൂമിൽ പഠിച്ചതാണ്. 2010 ഒരു കുട്ടിയായിട്ട് ബ്രേക്കപ്പ് ആയി, പിറ്റേന്ന് സൂയിസൈഡ് ചെയ്തു. കാരണം എന്താ? They don't know how to handle the mind or emotions. എനിക്ക് ദേഷ്യം വരുന്നു, അപ്പൊ അമ്മയുടെ അടുത്ത് വരും, അമ്മ എനിക്ക് ദേഷ്യം വരുന്നു. അമ്മ പറയാം, എന്റെ ദേഷ്യം തന്നെ എനിക്ക് പിടിക്കാഞ്ഞിരുന്നു, ഇനി നിന്റെ ദേഷ്യം. സോ ഓൾ ദീസ് പ്രോബ്ലം, നമ്മൾക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ഫോക്കസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ടീച്ചർ പഠിപ്പിക്കുന്നത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് പുസ്തകം തുറന്നു വെച്ചു മൈൻഡ് ഒരു പോക്കാണ്. ഗേൾഫ്രണ്ടിന്റെ അടുത്ത് പോയി, ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് പോയി, ലോകം മുഴുവൻ ചുറ്റിയിട്ട് അത് തിരിച്ചു വരിക. So how I will handle my mind? Like I told, if you can handle your mind, you can handle anything in the world. നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണാം, നിങ്ങളുടെ ഫേവറേറ്റ് മൂവി കണ്ടുകൊണ്ടിരിക്കുക, ഫുൾ AC എല്ലാം ഉണ്ട്, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം. ആ സമയത്താണ് ഫോൺ വരുന്നത്. എന്താ? ഹലോ, പരീക്ഷയുടെ റിസൾട്ട് വന്നു. നിങ്ങളെക്കാളും പഠിക്കുന്ന ഒരാളാണ്, നമ്മളെക്കാളും മറ്റേ പഠിപ്പിച്ച ഫോൺ ചെയ്യുന്നത്, അവൻ ഒരു വിഷയത്തിനും തോറ്റു. അപ്പൊ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? How is your mindset when you are understanding that that പഠിപ്പിസ്റ്റ് is getting a supply? Suddenly you, whoa, എന്റെ കാര്യം തീർന്നു. നിങ്ങൾ വിയർക്കാൻ തുടങ്ങും. കാരണം എന്താ? AC ആണ്, ഫുൾ സറൗണ്ടിങ്സ് ഉണ്ട്. പക്ഷേ മൈൻഡിനകത്ത് ഇഷ്യൂസ് വന്ന ഉടനെ ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു. ഇൻ ദ സെയിം വേ, നിങ്ങൾ KSRTC ബസ്സിൽ പോവാണ്, ഭയങ്കര ചൂടാണ്, വിയർത്തൊലിക്കുകയാണ്, ആകെ പ്രശ്നങ്ങളാണ്. ബട്ട് സിറ്റുവേഷൻ ശരിയല്ല, എങ്കിലും നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ചൂട് കാറ്റായാലും വി ആർ ഫീലിംഗ് ലൈക്ക് ഇറ്റ് ഈസ് എ ബ്രീസ് അല്ലേ, ഭയങ്കര തെന്നല് പോലെ. ബിക്കോസ് ദ മൈൻഡ്, സോ ഇറ്റ്സ് നോട്ട് ദ സിറ്റുവേഷൻ, ഇറ്റ്സ് ദ മൈൻഡ് വിച്ച് ഡിസൈഡ്സ് ദ സിറ്റുവേഷൻ വാല്യൂ. ആർ യു ഗെറ്റിംഗ് വാട്ട് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു? ആർ യു ഗെറ്റിംഗ്? നോ? യെസ്. എന്തെങ്കിലും ആക്ഷൻ കാണിക്കൂ, ഇങ്ങനെ അനങ്ങാതിരിക്കരുത്. ഇങ്ങനെ കണ്ണു വെച്ചെങ്കിലും എന്തെങ്കിലും ആക്ഷൻ കാണിക്കൂ. ആരും കൈ അനക്കില്ല. കുറച്ചുപേരെ കൈ അനക്കി. നിങ്ങൾക്ക് കൈ അനക്കണം എന്നുണ്ട്, പക്ഷെ മനസ്സെന്താ പറഞ്ഞേ? പിന്നെ ഇയാൾ പറയുമ്പോ കൈ അനക്കാനോ? ഞാൻ അനക്കില്ല. എന്ത് വന്നാലും ഞാൻ കൈ എടുക്കണം, പിന്നെ ഇങ്ങനെ കാണിക്കണം, പിന്നെ അടുത്ത് കൊണ്ടുവരണം. അതിലും ഭേദം എന്താ? ഇങ്ങനെ ഇരുന്നാൽ മതി. See, my dear, in life you will be a failure if you don't participate. You can do anything, you can practice anything, you can attend n number of class, but if you don't participate, you will not learn things. എനിക്കിത് കാണിക്കാൻ ഇഷ്ടമുണ്ടായിട്ടോ അല്ല, അല്ലെങ്കിൽ ഇത് കാണിക്കുന്നതിനകത്ത് വളരെയധികം ആനന്ദം കിട്ടിയിട്ടില്ല. ബട്ട് ദിസ് മേക്സ് മീ ലൈക്ക്, ഫോർ എക്സാമ്പിൾ, ഐ ആം ടേക്കിംഗ് എ ക്ലാസ് ലൈക്ക് ദിസ്. ഹൗ ആർ യു ഓൾ? സുഖമാണോ? നന്നായിട്ടുണ്ടോ? ഇങ്ങനെ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവോ? No, I have to give my 100%. I have to show these things. Then only the class becoming interesting, right? So when you also shows that, that sign or something, then it will be more nice. അല്ലേ? അങ്ങനെയല്ലേ? Yes. ഇപ്പം കുറച്ചുകൂടെ കൈകളൊക്കെ ഉണ്ട്. വെരി ഗുഡ്. സോ now നമ്മളെ ഉദാഹരണത്തിന്, Manish, you are married? Manish, you are married? Manish Raja? Yes, sir, married. Yeah, okay. So it was a love marriage or something, or Love marriage, Anna. love marriage?
2 See, states. I got you. 2 state in the love one. 2 states. Oh, you are from which state? I'm from 2 states. Chetan Bhatt. Which state? You are Tamil from? Nadu. Tamil Nadu. You are from Tamil Nadu. Okay, okay. So I want to. So I'm just sharing this. When Munish was in college, this story happened. What happened? Munish was going, and one beautiful girl in the college coming and telling, Munish, I love you. Munish, I love you. Suddenly, Munish asking, what he will ask? Really? Satyaitam? When one beautiful girl is telling you, I love you, suddenly what you are asking? Really? Satyaitam? Just think that the same girl is coming and telling, Munish, I hate you. Will you ask, really? Will you ask, really? Yes. No, we will believe it. ആരെങ്കിലും വന്ന് നമ്മളോട് I love you, really. But when you are asking the opposite, I hate you, you don't doubt it. Why? Very interesting, no? Will I pass in the exam? ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കോ? Doubtful. ഞാൻ പരീക്ഷയ്ക്ക് തോക്കോ? No doubt. Happen? It's one of the funny nature of the mind. It will doubt the positive. ഞാൻ പരീക്ഷയ്ക്ക് തോക്കൂ? No doubt. പരീക്ഷയ്ക്ക് ജയിക്കൂ? You doubt ആണ്. എനിക്കിത് ചെയ്യാൻ പറ്റുമോ? Doubt ആണ്. എനിക്കിത് ചെയ്യാൻ പറ്റില്ല. Yes. Am I happy? Doubtful. Am I depressed? No doubt. I am depressed. Happens? Happens? Yes or no? നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യില്ലേ? Very good. So yes, it happens. It is the nature of the mind. It keep doubting. നല്ലൊരു കാര്യം ഇപ്പൊ അതല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാണ് like see Athira, how beautiful you are dressed, you are looking so cute or pretty എന്ന് ഞാൻ പറയാണ്. Then Athira is like, oh പിന്നെ she is not believing it. But if I am telling Athira, you're not looking good, that's it. Started believing. So one of the nature of the mind is this, like you keep doubting the positive and you believe in the negative things. ശരിയല്ലേ ഇത്? ആക്ച്വലി ഇത് തിരിച്ചാണ് ആക്കേണ്ടത്. എങ്ങനെ ആക്കണ്ടേ? നല്ല കാര്യങ്ങളിനകത്തോട്ട് ഫോക്കസ് ചെയ്യുക വേണ്ടേ? അപ്പൊ ഈ മൈൻഡിന്റെ ഒരു രസമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മൈൻഡ് മെമ്മറി ആയിട്ട് ചേരും. മെമ്മറി ആയിട്ട് ചേർന്നിട്ട് എന്താ മൈൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇത് പഴയ കാലത്തെ ഓർമ്മകളെ എടുത്തുകൊണ്ട് വരും. എന്തൊക്കെയാ നമ്മുടെ പഴയ കാലത്ത് എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ള നമ്മുടെ മെമ്മറീസിനെ എടുത്തിട്ട് വരും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയണം, മോനിഷ, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ, യു നോ ഹൗ നൈസ് യുവർ ഹെയർ സ്റ്റൈൽ ഈസ്, ഓർ യു നോ ഹൗ നൈസ്ലി യു ഡ്രസ്ഡ് എന്നൊക്കെ പറയാം. അപ്പൊ മോനിഷ ഇങ്ങനെ ഭയങ്കര ഒരു ബലൂൺ പോലെ ഭയങ്കര സന്തോഷത്തിലായി അല്ലേ? ലുക്ക്, എവരിബഡി ലുക്ക് അറ്റ് മോനിഷ ആൻഡ് സഡൻലി ഐ ആം ടെല്ലിങ് നൈസ് ഇയർ റിംഗ്, യു നോ യു ഹാവ് എ ഗുഡ് ഡ്രസ് സെൻസ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബട്ട് മോനിഷ, സി യുവർ നോസ്, ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് ഗുഡ്, അല്ലെങ്കിൽ മൂക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സെഷന്റെ ഇടയ്ക്ക് ബ്രേക്ക് വരുമ്പോഴത്തേനെ മോനിഷ് ഓടിപ്പോയിട്ട് കണ്ണാടിയിൽ നിന്ന് നോക്കിയിട്ട് എന്റെ മൂക്കിന് ഒരു കുഴപ്പമില്ല, ഇയാൾ എന്ത് പറയുന്നാല് ഇതാരും പറഞ്ഞേ. ഇനി അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ ഞാൻ ആ മോനിഷയുടെ വീട്ടിന്റെ അടുത്തൂടെ പോകുമ്പോൾ അല്ല അവിടെ കാണുന്ന നിന്ന് മോനിഷിനെ കാണുമ്പോൾ മോനിഷ കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ, അയാളുണ്ടല്ലോ, അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്റെ മൂക്കിനെ കുറ്റം പറഞ്ഞ ആളാണ്. ആണല്ലോ, ഞാൻ 5 കോംപ്ലിമെന്റ്സ് പറഞ്ഞു, എന്നിട്ട് എന്താ ഒരു ഫേക്ക് ആയിട്ടൊരു മൂക്കീസ് നൈസാ അപ്പം അങ്ങനെ പറഞ്ഞു. പക്ഷേ മൈൻഡ് ഏതിനകത്താ പിടിക്കുന്ന, മെമ്മറി ആയിട്ട് ചേർന്നിട്ട് ആ നെഗറ്റീവില് പിടിച്ചിട്ട് 1 വർഷം കഴിഞ്ഞാലും അത് മറക്കില്ല. ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദ പ്രൈസിങ്. ഹാപ്പൻസ്. സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ? ശരിയാണ് സർ. ശരിയാണ്, കറക്റ്റ്. അപ്പൊ എന്താ ഇപ്പം മോനിഷ യു പുട്ട് എ ഗ്രീൻ ചൂസ്, ഐ ആം ടെല്ലിങ് വാവ് ദാറ്റ് ഈസ് വെരി നൈസ്. അപ്പൊ അടുത്ത പ്രാവശ്യം 2-3 പേര് ഇത് പറഞ്ഞു. പിന്നെ കല്യാണത്തിന് പോകാൻ ഇറങ്ങുമ്പോഴത്തേന് ഇങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ കൈ എവിടെ പോകുന്നേ? ഗ്രീൻ ചുരിദാർ. നാളെ നമ്മളെ അഭിപ്രായം മാറ്റി നമ്മൾ കാണുമ്പോൾ പറയും ഗ്രീൻ പോരാട്ടോ, റെഡാ നല്ലത്. സോ വേർ ദ ലൈഫ് വിൽ ഗോ. സോ ഇറ്റ് ഈസ് ഇനെവിറ്റബിൾ, ഇറ്റ് ഈസ് അർജന്റ്. നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അറിയാം. ഇന്ന് ഞാൻ രാവിലെ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടു ഏറ്റവും പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാ.
ബ്ലോക്ക് ചെയിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി അല്ലെങ്കിൽ ഡേറ്റ മൈനിങ്ങിനെ പറ്റിയുള്ളത്. ഏറ്റവും പുതുതായിട്ട് ആഫ്റ്റർ ദ കോവിഡ് വരാൻ പോകുന്ന കരിയേഴ്സ് ഡിഫറെന്റ് ആണ്. ഈ പുതിയ ടെക്നോളജികളെല്ലാം നിങ്ങൾ പഠിച്ചു, വെരി ഗുഡ്. ഈ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ emotions, when you have a breakup, when you have an issues with the mind, then it really affect you. So നമുക്ക് ഏറ്റവും ഫസ്റ്റ് അർജന്റ് ആൻഡ് ഇനെവിറ്റബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? ലേൺ യുവർ സെൽഫ്. കുറച്ച് പേര് ചോദിച്ചു ഇമോഷണൽ കോഷ്യന്റ്, ഇന്റലിജന്റ് കോഷ്യന്റ് അല്ല, ഇമോഷണൽ കോഷ്യന്റ്, ഹൗ യു ബിഹേവ് എന്നുള്ളത്. അപ്പൊ നമുക്കിപ്പം 1 മിനിറ്റിനുള്ളിൽ ഇത് കട്ടാവും അല്ലേ? അപ്പൊ ഇത് ഈ ലിങ്ക് തന്നെയാണോ, ഈ ലിങ്കിൽ തന്നെയാണോ ജോയിൻ ചെയ്യേണ്ടത്? മുനീഷ് ലിങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ, കൊണ്ട് ഒന്നുകൂടെ അത് പേസ്റ്റ് ചെയ്യൂ, അപ്പൊ എല്ലാവർക്കും കൂടെ അത് എടുക്കാൻ പറ്റും. ഈസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഇറ്റ്സ് ഗോയിങ് നൈസ്? ആർ യു ഓൾ എൻജോയിങ്? നോ തംസ് അപ്പ്. കൈ എടുക്കണം, കൈ കാണിക്കണം. ഓക്കെ ഓക്കെ. സോ വി വിൽ സ്വിച്ച് ഓൺ ടു ദ നെക്സ്റ്റ്. ഈ ലിങ്കിനകത്തേക്ക് പോവാം, ദെൻ ദാറ്റ് വിൽ ബി നൈസ്. മുനീഷ്